പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹം നിറഞ്ഞ ഒരു പ്രഭാതയാമത്തെ നമ്മുടെ ജീവിതത്തിൽ വീണ്ടും കാണുവാൻ കർത്താവ് തന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവാത്മാവ് നമ്മുടെ മുൻപിൽ തന്നിരിക്കുന്നതായ വചനഭാഗം ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 25 വരെയുള്ള വാക്യം. അതിങ്ങനെ വായിക്കുന്നു: ദൈവം റാഹേലിനെ ഓർത്തു. ദൈവം അവളുടെ അപേക്ഷ കേട്ട് അവളുടെ ഗർഭത്തെ തുറന്നു. അവൾ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. ദൈവം എന്നെ നീക്കിക്കളഞ്ഞിരിക്കുന്നു എന്ന് അവൾ പറഞ്ഞു. അതിൻ്റെ 25-ാം വാക്യം: റാഹേൽ യോസേഫിനെ പ്രസവിച്ച ശേഷം യാക്കോബ് ലാബാനോട്, ഞാൻ എൻ്റെ സ്ഥലത്തേക്കും എൻ്റെ ദേശത്തേക്കും പോകുവാൻ എന്നെ അയക്കണം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. തീർച്ചയായിട്ടും ഈ വചനഭാഗം ദൈവം പല വ്യക്തി ജീവിതങ്ങളോട് സംസാരിക്കുവാൻ, അവരുടെ സങ്കടങ്ങളെ സ്പർശിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു എന്ന് വളരെ സ്പഷ്ടമാണ്. ഇവിടെ നാം വായിച്ചതായ വേദഭാഗം, റാഹേൽ അവൾ വളരെ നിന്ദിതയും അപമാനിതയും ആയിരുന്നു. എവിടെയാണ് അവൾ നിന്ദിതയായിരുന്നതെന്നറിയാമോ? സ്വന്തം ഭവനത്തിൽ. അവളുടെ സഹോദരിയായ ലേയ അവൾക്കെന്ന് പറയുവാൻ 6 സന്തതികൾ അവൾക്ക് ജനിച്ചു. അപ്പോൾ അവൾക്കൊരു അഹങ്കാരം, ഇനിയും എൻ്റെ ഭർത്താവ് ഇനിയും എൻ്റെ സഹോദരിയെ സ്നേഹിക്കുകയില്ല. കാരണം ഇതുവരെയും അവൾക്കൊരു കുഞ്ഞിനെ ജന്മം നൽകാൻ അവൾക്ക് സാധിച്ചില്ലല്ലോ. എൻ്റെ ഭർത്താവിൻ്റെ ഇഷ്ടം മുഴുവനും എനിക്ക് മാത്രമാകും, അതാരും പങ്കിടുകയില്ല എന്ന് അവൾ അഹങ്കരിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. 7ാമതൊരു പെൺകുഞ്ഞിനെ പ്രസവിച്ചപ്പോഴും അവളുടെ അഹങ്കാരം വർദ്ധിച്ചതല്ലാതെ അല്പം പോലും കുറഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ സ്വന്തം സഹോദരിയിൽ നിന്ന് ആദ്യം ഏറ്റുവാങ്ങിയ റാഹേൽ, അതിനുശേഷം അവൾ ജനിച്ചു വളർന്ന ഭവനത്തിൽ തന്നെ നിന്ദിതയായി. ദേശക്കാരിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നുമെല്ലാം അവൾ അനുഭവിക്കേണ്ടി വന്നു. കുഞ്ഞുങ്ങളില്ലല്ലോ, അവൾക്ക് പ്രത്യാശിക്കാൻ എന്ത്? അവളുടെ ഭർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ സങ്കടമല്ലാതെ അവൾക്കൊന്നുമില്ല. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നാൽ സമയമായപ്പോൾ ദൈവം റാഹേലിനെ ഓർത്തു. അവളുടെ ഗർഭഫലത്തെ തുറന്നു. അവൾ ഒരു മകനെ പ്രസവിച്ചു. ആ മകനെ പ്രസവിച്ചപ്പോൾ റാഹേലിൻ്റെ നാവിൽ നിന്ന് പുറത്തു വന്നതായ വാക്കുകൾ, ദൈവം എൻ്റെ നിന്ദയെ നീക്കിക്കളഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ കാര്യങ്ങളുടെ മഹത്വമല്ല വലുത്, അതോടൊപ്പം ദൈവത്തിന് നീക്കിക്കളയേണ്ട ചില നിന്ദകളുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും നിങ്ങൾ അനുഭവിക്കുന്ന ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ വേറൊരു വിഷയത്തിൽ നമുക്ക് സ്വന്തമെന്ന് തോന്നുന്നവരുടെ കയ്യിൽ നിന്ന് പോലും നിന്ദ അനുഭവിക്കുക, ആരോടും പുറത്തു പറയാൻ കഴിയാത്തതായ നിന്ദ, ഒരുപാട് ദുഃഖം. ഉറങ്ങാൻ കിടക്കുമ്പോഴൊന്നും ആ നിന്ദ നിമിത്തം നമുക്ക് ഉറക്കം വരില്ല. കാരണം ദൈവം എന്നെ മാത്രം ഓർക്കുന്നില്ലല്ലോ, ഞാൻ എന്ത് തെറ്റ് ചെയ്തു, ഞാൻ എന്താണ് ദൈവസന്നിധിയിൽ ഇങ്ങനെയൊക്കെ ദുഃഖം അനുഭവിക്കേണ്ടി വരുവാൻ എനിക്ക് ഇടയാക്കുന്ന കാര്യമെന്താണ്? അവളെ തന്നെ ശോധന ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ ഒരു ദിവസം അവൾക്ക് മനസ്സിലായി, ഇതിനെല്ലാം ദൈവത്തിന് ഒരു സമയമുണ്ട്. അവൾക്ക് വേണ്ടി ദൈവം കൊടുത്ത സന്തതിയിൽ കൂടെ ദൈവത്തിന് വലിയൊരു പദ്ധതി ഒരുക്കുന്നു എന്ന് തൻ്റെ ഭർത്താവായ യാക്കോബിൽ നിന്ന് അവൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. യോസേഫിനെ പ്രസവിച്ചപ്പോൾ റാഹേലിൻ്റെ ഹൃദയത്തിൽ ആത്മാവ് പറഞ്ഞു, ഇതോടുകൂടെ ഞാൻ നിന്റെ നിന്ദയെ നീക്കിക്കളഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതുവരെയും നീ അനുഭവിച്ച കണ്ണുനീരിനെല്ലാം ഒരു അവസാനം വന്നിരിക്കുന്നു. ഇതാ നിന്റെ മുൻപിൽ ഒരു പുതിയ വഴി തുറന്നിരിക്കുന്നു. അവൾ പറയാണ്, ദൈവം എനിക്ക് ഇനിയും കുഞ്ഞുങ്ങളെ തരും. അവളുടെ പ്രത്യാശ വർദ്ധിക്കാൻ തുടങ്ങി. ഒരു കുഞ്ഞിനെ കൊണ്ട് മാത്രം ദൈവം തൻ്റെ പ്രവൃത്തി അവസാനിപ്പിക്കുന്നില്ല, ഇനിയും അവൻ എനിക്ക് സന്തതികളെ തരും. അക്കാലത്ത് എത്ര സന്തതികളുണ്ടോ ആ സന്തതികൾക്കനുസരിച്ച് ദേശത്ത് വലിയ ഘനമാണ്, കുടുംബത്തിൽ വലിയ ബഹുമാനമാണ്. കാരണം സമ്പത്തുകളെല്ലാം വീതിക്കുമ്പോൾ അവളുടെ കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ സമ്പത്തൊക്കെ കിട്ടി അവൾ വലിയ റാണിയെപ്പോലെ ജീവിക്കാനുള്ളൊരു ഭാഗ്യം എല്ലാ കുടുംബത്തിലും ഇങ്ങനെ ഒരു പ്രതീക്ഷ അക്കാലത്തുണ്ടായിരുന്നു.
റാഹേലിനെ സംബന്ധിച്ചിടത്തോളം സന്തതിയില്ലാതെ മരിക്കുക എന്ന് പറഞ്ഞാൽ അവൾക്ക് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യം. കാരണം യാക്കോബ് അവളെ ഏറ്റവും അധികം സ്നേഹിച്ചു. അവൾക്ക് വേണ്ടി പല ത്യാഗങ്ങൾ ചെയ്തെന്ന് അവൾക്കറിയാം. അവൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവളുടെ സൗന്ദര്യത്തെയും ലാവണ്യത്തെയും അവൾ ഓരോ ദിവസവും ദൈവം തന്ന ദാനമെന്ന് ഏറ്റുപറയുന്നവളായിരുന്നു. എങ്കിലും പലപ്പോഴും ദൈവം അവളുടെ കണ്ണുനീരിനെ കാണാതെ പോയി. ഒരു ദിവസം ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് നല്ല നിശ്ചയം അവൾക്കുണ്ടായിരുന്നു. ഗോഡ് ഹാത്ത് ടേക്കൺ അവേ മൈ റിപ്രോച്ച്. എൻ്റെ മേലിൽ ധാരാളം നിന്ദയുണ്ടായിരുന്നു, അപമാനങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് എന്നെ പറഞ്ഞ് കുറ്റം പറയുന്നതായ, നിന്ദിക്കുന്ന, അപമാനിക്കുന്ന അനേക പഴിദുഷികൾ, എന്നെക്കുറിച്ച് പറയുന്ന അനേക റിപ്രോച്ചുകൾ എൻ്റെ ഭാഗത്ത് ഞാൻ അനുഭവിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ദൈവം അതെല്ലാം മാറ്റി. എന്നാൽ യാക്കോബിൽ സംഭവിച്ചതായ ഒരു വിശേഷത, ഈ യോസേഫിനെ റാഹേൽ പ്രസവിച്ച ഉടനെ യാക്കോബിന് ഒരു കാര്യം മനസ്സിലായി. ഇനിയും ഇവിടെ നിൽക്കുന്നത് ശരിയല്ല, ഇവിടെ നിന്ന് എനിക്കൊരു പുറപ്പാടുണ്ട്. ദൈവം അവനോട് ചെയ്ത വാഗ്ദത്തത്തിൻ്റെ നിവൃത്തിക്ക് വേണ്ടി ഒരു വെമ്പൽ, ഒരു വാതിൽ അവൻ്റെ മുന്നിൽ തുറന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ മനസ്സിൽ അപ്പൻ്റെ ഭവനത്തിലേക്ക് പോകണമെന്നുള്ളതായ ഒരു ആഗ്രഹം അവൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ അനേക തടസ്സങ്ങൾ. ലാബാനോട് എങ്ങനെ മറുപടി പറയും? ലാബാനുമായിട്ട് എങ്ങനെ കണക്ക് പറയും? ലാബാനുമായിട്ട് എങ്ങനെ ഒത്തുതീർപ്പുകൾ ഉണ്ടാക്കും? അവൻ്റെ ഭവനത്തിൽ നിന്ന് എങ്ങനെ നീങ്ങും? ഈ കുഞ്ഞുങ്ങളെയും ഭാര്യമാരെയും ദാസന്മാരെയും ഒക്കെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ആ ദേശത്തും ആ ഭവനത്തും ഉണ്ടാകുന്ന കലക്കങ്ങളുടെ സാധ്യതകൾ എന്താണ്? എങ്കിലും അതെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ അവൻ ഏൽപ്പിച്ചു. ധൈര്യത്തോടെ ചെന്ന് ലാബാനോട് പറയുക, എനിക്ക് ഇനിയും ഇവിടെ നിൽക്കാൻ കഴിയില്ല, എനിക്ക് പോകണം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ചില നന്മകൾ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ എന്താണ് വിചാരിക്കുക? സാധാരണ മാനുഷികമായി അവിടെ തന്നെ നിന്ന നന്മകൾ വളർന്ന് വന്ന് കൂടുതൽ ധനികതയിലേക്ക് വരണമെന്നാണ്. നമ്മൾ ആദ്യമൊക്കെ ഒരു പക്ഷെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ പോകുമ്പോൾ ആദ്യം ദൈവത്തോട് സാധാരണ പറയും, എങ്ങനെയെങ്കിലും ഒരു 2 വർഷം നിൽക്കണം, ഒരു കോൺട്രാക്റ്റ്. 2 വർഷം കഴിഞ്ഞു, 4 വർഷം കഴിഞ്ഞു, 5 വർഷം കഴിഞ്ഞു, 10 വർഷം കഴിഞ്ഞു. വീണ്ടും ദൈവത്തോട് പറയുന്ന, കർത്താവേ, ഇനി ഒരു കോൺട്രാക്റ്റ് കൂടെ തന്നാൽ അല്പം കൂടെ കടം വീട്ടിയിട്ട് പോകാം. ഇങ്ങനെ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേട്ടും അപേക്ഷകൾ കേട്ടും കോൺട്രാക്റ്റുകൾ ഇങ്ങനെ പുതുക്കി തന്നാൽ പ്രായമാകുമ്പോൾ നമ്മൾ പറയും, നമ്മുടെ കുഞ്ഞുകുട്ടികളെല്ലാം വർദ്ധിച്ചു വന്നിരിക്കുന്നു, എൻ്റെ മക്കളും കൊച്ചുമക്കളും എല്ലാം ഇവിടെ തന്നെയല്ലേ, ഇനി എങ്ങോട്ട് പോകാൻ, ഇവിടെ തന്നെ ഞാൻ സ്വസ്ഥമായിരിക്കട്ടെ. എന്നാൽ യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അവനറിയാം ദൈവം അവനെ എന്ത് പറഞ്ഞാണ് ഇവിടെ കൊണ്ടുവന്നത്. അവൻ വരുന്നതിന് മുമ്പ് അവനോട് ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തു, ഒരു ദിവസം ഞാൻ നിന്നെ ഇവിടെ നിന്ന് നിൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോകും. ആ അപ്പൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോയിട്ട് ദൈവത്തിൻ്റെ പദ്ധതി നടക്കുവാൻ പോകുന്ന ഒരു സന്തതി അവൻ പിറന്നപ്പോൾ യാക്കോബിൻ്റെ ഹൃദയത്തിൽ ഒരു വെമ്പൽ, ഇതാ നിൻ്റെ മുൻപിൽ വഴികൾ തുറന്നിരിക്കുന്നു, വാഗ്ദത്തങ്ങളെ, ദൈവം നിന്നോട് പറഞ്ഞതായ വാഗ്ദത്തങ്ങളെ നിവർത്തിക്കുവാനുള്ള സമയമായിരിക്കുന്നു. അവൻ നോക്കിയപ്പോൾ സകല വഴികളും അവൻ പറയാതെ തന്നെ ദൈവം അത്ഭുതകരമായി തുറന്നു വച്ചിരിക്കുന്നു. അവൻ്റെ ഹൃദയത്തിൽ ആഗ്രഹമുണ്ടായി, എനിക്ക് പോകണം. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്ന ഒരു മഹത്തായ കാര്യമുണ്ട്. ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾ തരുമ്പോൾ അനേക നാളുകൾ നാം അനുഭവിക്കുന്നതായ നിന്നയെ ദൈവം മാറ്റുമ്പോൾ, ചില സംഗതികളെ ദൈവം പ്രാർത്ഥന കേട്ട് നമ്മുടെ മുൻപിൽ തുറന്നു വരുമ്പോൾ അവിടെ നിന്ന് ഒരു കൺഫർമേഷൻ വരും. നിന്റെ മുൻപിൽ നീ കണ്ടതായ മഹാപർവ്വതമായ നിന്ന മുഴുവനായി ഞാൻ നീക്കിയിരിക്കുന്നു. ഐ റിമൂവ്ഡ് ഓൾ ദ റിപ്രോച്ച് ഫ്രം യുവർ സൈഡ്. അതിനുശേഷം ദൈവം യാക്കോബിനോട് പറയുകയാണ്, ഇതാ നിന്റെ മുൻപിൽ ഞാൻ വഴികൾ തുറന്നിരിക്കുന്നു. ഞാൻ തുറന്നിരിക്കുന്ന വഴി ആരെ കൊണ്ടും അടയ്ക്കാൻ കഴിയുകയില്ല. ആർക്കും അടയ്ക്കാൻ കഴിയാത്ത ഒരു വഴിയെക്കുറിച്ചൊരു ദർശനം യാക്കോബ് കണ്ടു. ആ വഴിയെ കൂടെ അവൻ നടക്കാൻ തുടങ്ങി. അവൻ പോയിടത്തൊക്കെയും സഫലമായി വന്നു. തടസ്സമെന്ന് കണ്ടതെല്ലാം ദൈവം ഓരോന്നായി അവൻ്റെ മുൻപിൽ മാറ്റി. ശത്രുക്കളെയെല്ലാം മിത്രങ്ങളാക്കി. അവൻ ഭയപ്പെട്ടിരുന്ന ഭയപ്പാടുകളിൽ നിന്നെല്ലാം ദൈവം അവന് വിടുതൽ കൊടുത്തു. നാം ദൈവത്തിൻ്റെ ആലോചനയെ അനുസരിക്കുമ്പോൾ, ദൈവം നമുക്ക് ചില നന്മകൾ തരുമ്പോൾ, ആ നന്മകളിൽ കൂടെ ദൈവത്തിന് ചില പദ്ധതി കാണും. ഒന്ന്, നമ്മളിൽ നിന്ന് നിന്ന മാറണം, നമ്മൾ ബഹുമാനമുള്ളവരാകണം. അങ്ങനെ ദൈവം ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെക്കുറിച്ചുള്ള ഒരാഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. എൻ്റെ വാസം ഇവിടെ അല്ല,
എൻ്റെ പൗരത്വം ഇവിടെയല്ല. എനിക്കൊരു പൗരത്വമുണ്ട്. ദൈവം എനിക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്ന ഒരു പൗരത്വം എനിക്കുണ്ട്. ഞാനും എനിക്ക് തന്നതായ അനുഗ്രഹങ്ങളുമായി ആ പൗരത്വത്തിലേക്ക് കടക്കണം. ഞാനും എൻ്റെ തലമുറയും ഞങ്ങൾ യഹോവയെ സേവിക്കുന്നവരായി തീരണം. അവന് യാഗം കഴിക്കുന്നവരായി തീരണം. ഇനിയും നീ ലാബാന്റെ മുൻപിൽ നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് വന്നു. കാരണം വാഗ്ദത്ത സന്തതി നിന്നിൽ നിന്ന് ഇതാ പുറപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ മുൻപിൽ നിന്നയെ നീക്കിക്കളഞ്ഞ ദിവസം ദൈവം നിനക്ക് ചില ആലോചനകൾ തരും. നിനക്കൊരു പുറപ്പാടുണ്ട്. ഈ യോസേഫ് പിറന്നപ്പോൾ റാഹേലിന് കൊടുത്തതായ ദർശനം ഒന്ന്, രണ്ട് യാക്കോബിന് കൊടുത്തതായ ദർശനം വേറൊന്ന്. റാഹേലിന് കൊടുത്ത ദർശനം ദൈവം എൻ്റെ നിന്നയെ നീക്കിക്കളഞ്ഞിരിക്കുന്നു. അവിടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ദുഃഖം അതായിരുന്നു. എന്നാൽ യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം ഈ നിന്നയൊന്നും അല്ല വിഷയം. അവനൊരു യാത്രയുണ്ട്. അതിന് തടസ്സമായിരിക്കുന്ന സകല കാര്യങ്ങളും മാറി. അതിനു മുമ്പ് ദൈവത്തിൻ്റെ പ്രവൃത്തി ആരംഭിക്കുന്ന ഒരു സന്തതി പിറക്കണം. ദൈവം അതിനെക്കുറിച്ചൊരു ദർശനം അവൻ്റെ ഹൃദയത്തിൽ കൊടുത്തു. അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ദേശം പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ അനേക നാളുകളായി നാം അനുഭവിക്കുന്ന വേദനകൾക്ക്, റിപ്രോച്ചുകൾക്ക്, നിന്ദയ്ക്ക് ഒരു നീക്കം വരുന്ന സന്ദേശമാകും. നിന്റെ ജീവിതത്തിൽ ദൈവം ചില നന്മകൾ തരുമ്പോൾ, അടഞ്ഞു കിടന്ന വാതിലുകളെ തുറക്കുമ്പോൾ, ആർക്കും അടയ്ക്കാൻ കഴിയാത്ത വാതിലുകളായി അത് മാറുമ്പോൾ, അതിൻ്റെ അർത്ഥം സുഖസൗകര്യമായിട്ടുള്ള ഒരു ജീവിതം മാത്രമല്ല, ഒരു വലിയ പ്രയാണത്തിൻ്റെ വെളിപ്പാടിനെ കൂടെ ദൈവം നമ്മുടെ മുൻപിൽ കൊണ്ടുവരികയാണ്. ആ പ്രയാണത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ പലതിനോടും നമുക്ക് യാത്ര പറയാൻ കഴിയും. പല ലാഭങ്ങളും വേണ്ടാന്ന് വയ്ക്കും. പല കാര്യങ്ങൾക്കും എനിക്കിനിയും ഇവിടെ നിൽക്കാൻ കഴിയില്ല എന്നുള്ളതായ ഒരു തീരുമാനം നീ എടുക്കും. ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിന് മഹത്വമാകുന്നതായ ചില പ്രവൃത്തികളുടെ സമാഹരണത്തിന് വേണ്ടി ഒരു യാത്ര, ഒരു സമൂഹത്തിൻ്റെ പുറപ്പാട് നിന്നിൽ നിന്ന് ആരംഭിക്കുവാൻ, നിന്റെ തലമുറകളിൽ നിന്ന് ആരംഭിക്കുവാൻ ദൈവത്തിൻ്റെ പദ്ധതി, ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്ന ചില പദ്ധതികളെ നിന്റെ മുൻപിൽ ദൈവം ദർശനമായി തരും. ആ ദർശനത്തിനനുസരിച്ചൊരു നീക്കം അത് നിന്റെ ജീവിതത്തിൽ വലിയൊരു സമാധാനം കൊണ്ടുവരും. അനേക അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യും. ഗോഡ് ബ്ലസ് യു. പെന്റക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ എല്ലാ പ്രഭാതത്തിലും നൽകപ്പെടുന്നതായ ഈ സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വിടുതലും അനുഗ്രഹവും തരുന്നതാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും കൂടെ ഇത് ഷെയർ ചെയ്യുക. സന്ദേശം ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുവാൻ തക്കവണ്ണം ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലസ് യു.